നമസ്കാരം കൂട്ടുകാരെ, എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ കഥ കേട്ടാലോ? പണ്ടൊരിക്കൽ ഒരു മിടുക്കനായ പണ്ഡിതനും വലിയ ബലമുള്ള ഗുസ്തിക്കാരനും നല്ല ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരനും പ്രായമായ ഒരു നെയ്ത്തുകാരനും കൂടി ഒരു യാത്ര പോയി. യാത്രാമധ്യേ അവർക്ക് ഒരു വലിയ നിധിപ്പെട്ടി കിട്ടി. ഓ, എന്തു രസം! അവർ ആർത്തു വിളിച്ചു. പക്ഷേ പെട്ടിക്കൊരു വലിയ പൂട്ടുണ്ടായിരുന്നു. പണ്ഡിതൻ പറഞ്ഞു, എനിക്ക് ഒരുപാട് അറിവുണ്ട്, പക്ഷേ പൂട്ട് തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഗുസ്തിക്കാരൻ മുന്നോട്ട് വന്നു. അവൻ ശക്തിയായി ബലം പ്രയോഗിച്ച് പൂട്ട് തകർക്കാൻ നോക്കി. ഒടുവിൽ അവനെ കൊണ്ടും അത് പറ്റുന്നില്ല. അപ്പോൾ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ ചാടി വന്നു. അവൻ തൻ്റെ ആരോഗ്യമുള്ള കൈകൾ കൊണ്ട് പൂട്ട് കുത്തിനോക്കി. ക്ലിക്ക് ക്ലിക്ക്. ചെറുപ്പക്കാരനും പൂട്ട് തുറക്കാൻ കഴിഞ്ഞില്ല. എല്ലാവരും വിഷമിച്ചിരുന്നു. അപ്പോൾ ആ പ്രായമായ നെയ്ത്തുകാരൻ പതിയെ നടന്ന് ചിരിച്ചുകൊണ്ട് വന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ചെറിയ കൊളുത്തുണ്ടായിരുന്നു. നെയ്ത്തുകാരൻ സാവധാനം ക്ഷമയോടെ ആ കൊളുത്ത് പൂട്ടിൻ്റെ ഉള്ളിലേക്കിട്ടു. ടിക്ക്! പെട്ടി തുറന്നു. അതിശയത്തോടെ കൂടെയുള്ളവർ ചോദിച്ചു, ഇതെങ്ങനെ സാധിച്ചു? നെയ്ത്തുകാരൻ പറഞ്ഞു, വലിയ ശക്തിയോ വലിയ അറിവോ മാത്രമല്ല, ചെറിയൊരു പരിശ്രമവും ക്ഷമയും മാത്രം മതി വലിയ കാര്യങ്ങൾ നേടാൻ. വൃദ്ധനായ നെയ്ത്തുകാരൻ പറഞ്ഞതിൻ്റെ പൊരുൾ എല്ലാവർക്കും മനസ്സിലായി. എല്ലാവർക്കും നിധി കിട്ടിയതിൽ സന്തോഷവുമായി. അങ്ങനെ അവർ നിധി തുല്യമായി പങ്കിട്ടെടുത്ത് സുഖമായി ജീവിച്ചു. കൂട്ടുകാരെ, ഈ കഥയുടെ ഗുണപാഠം എന്താണ്? നമ്മുടെ എല്ലാ കഴിവുകൾക്കും വിലയുണ്ട്. ക്ഷമയോടെയുള്ള ചെറിയ ശ്രമങ്ങൾക്കും വലിയ വിജയം നേടാൻ കഴിയും. ഇന്നത്തെ കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത മറ്റൊരു കഥയുമായി കാണും വരേക്കും ഗുഡ് ബൈ.